കേരളത്തിൻ്റെ മുഖം തന്നെ മാറ്റിമറിക്കാൻ ശേഷി പര്യാപ്തമായ വിധത്തിലുള്ള ഈ ബഡ്ജറ്റിനെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രായോഗികമല്ല എന്നാണ് അവരാകെ പറയുന്ന പ്രയോഗം. ഇത് വളരെ ഏതാണ്ട് 3 മണിക്കൂർ എടുത്തിട്ടാണല്ലോ അവതരിപ്പിച്ചത്. വായിക്കാനും അത്ര തന്നെയുണ്ട്. അതിൻ്റെ മേലെ നോക്കിയിട്ട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, പ്രായോഗികമല്ല. അങ്ങനെയുള്ളൊരു ചർച്ചയാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പുത്തരിയായ ഒരു അനുഭവമായിരിക്കില്ല. ഞങ്ങൾക്കല്ല എന്ന് ഞാൻ ആദ്യം പറയാതിരുന്നത് നിങ്ങൾക്ക് കൂടി അത് അനുഭവവേദ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ബഡ്ജറ്റിൻ്റെ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രസ്താവന തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. പേര് മാറ്റം മാത്രമേ ഉള്ളൂ. അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഒരേ ഒരു പദം പോലും മാറ്റാതെ അതേ പ്രയോഗമാണ്. ധനമന്ത്രി അവതരിപ്പിച്ചത് ബഡായി ബഡ്ജറ്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്നുറപ്പായതോടെ അപ്രായോഗികമായ ബജറ്റായി എന്നാണ് ഐസക്കിന്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് കൂടി ഒന്ന് കൂട്ടി വെച്ച് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ പറഞ്ഞതുകൂടി പേരുമാറ്റാണ്. പറഞ്ഞ ആള് പേരുമാറ്റാണ്, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളുടെ പേരും മാറ്റാണ്. 2021 ജനുവരി 15 തന്റെ സുദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അപ്പോൾ സമാനമായ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. UDFകാർക്ക്, പ്രതിപക്ഷക്കാർക്ക് കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഈ ജനകീയ മുഖം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷ ബദൽ എന്താണ് എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമല്ല, ചർച്ചയ്ക്ക് പോയാൽ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അത് തമസ്കരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രതികരണം. ഇനിയിപ്പോൾ തെറ്റായ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ UDF ആയാലും BJP ആയാലും നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പരമ്പര കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മമുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഗൗരവമുള്ളതാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ളത് വിമർശനാത്മകമായ രീതിയിൽ ഉന്നയിക്കാനുള്ള അവരുടെ അവകാശം ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു വികസന പ്രവർത്തനവും നടത്താൻ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന UDFനോടും അതുപോലെ BJPയോടും എന്താണ് പറയുക? നമുക്കറിയാം, ഇവിടെ നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസന വിരുദ്ധമായ നിലപാടാണ് എല്ലാ കാര്യത്തിലും എടുക്കുന്നത്. ഓരോരോ ഉദാഹരണം പറഞ്ഞാൽ, സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെയെല്ലാം രാഷ്ട്രീയ വിരോധം വെച്ച് തകർക്കുകയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് UDFന്റെ സ്ഥിരം പരിപാടിയാണ്. എന്നാൽ 10 കൊല്ലായി ആവാൻ പോവാണ്. ഇന്നേ വരെ പ്രതിപക്ഷ നേതാവ് എന്ന VD സതീശൻ നിയമസഭക്കകത്ത് ഏതെങ്കിലും ഒരു അഴിമതി സംബന്ധിച്ച് എഴുതി കൊടുത്ത് ഒരഴിമതി ആരോപണം ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവ് തന്നെ എന്നോട് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അഴിമതി ആരോപണം. ഇപ്പോൾ ഇനി കഴിഞ്ഞ 5 കൊല്ലം വിട്ടേ, 4 കൊല്ലം, 4.5 കൊല്ലം, 4.25 കൊല്ലമായി ഒരഴിമതി ആരോപണത്തെ പറ്റി ഇന്നേ വരെ എഴുതി കൊടുത്ത് അസംബ്ലിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല.
ചർച്ച ചെയ്യാൻ അവർക്ക് ഇടയുണ്ടായിട്ടില്ല. എന്നാൽ പുറത്ത് നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഉന്നയിക്കുക മാത്രമല്ല, അവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ പോയിട്ടുള്ള നിരവധി കേസുകളുടെ വിധി വന്ന് വരികയാണ്, കൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? അവര് സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പുതിയ മെച്ചപ്പെട്ട വികസന പാതയിലൂടെ കേരളം മുന്നോട്ടേക്ക് പോകുന്നതിന് ഉപകരിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഓരോന്നിനോടും ഇവരെടുത്ത സമീപനം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിഫ്ബി. കിഫ്ബി ഏതാണ്ട് 96,000 കോടി റുപ്യയുടെ പദ്ധതി കേരളത്തിലെ ബഡ്ജറ്റിന് പുറമേ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. 96,000 കോടി റുപ്യയുടെ വികസന, അതിലും പ്രത്യേകിച്ച് നിക്ഷേപം, നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെ എല്ലാറ്റിനും വളരെ മുമ്പന്തിയിൽ നിന്നിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഈ കിഫ്ബി. അതിനെതിരായിട്ട് കേസ് കൊടുത്തല്ലോ. അതിൻ്റെ ഒപ്പം തന്നെയാണ് പിന്നീട് കെ ഫോണിന്റെ പ്രശ്നം വന്നപ്പോൾ കേസ് കൊടുത്തല്ലോ. കോടതി എന്താ ചെയ്തത്? നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേസിന്റെ വിധി അധികം പ്രസിദ്ധീകരിക്കാറില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല. രണ്ട് കാര്യത്തിലും കോടതി തെറ്റായിരുന്നു എന്ന് കേസ് കൊടുത്തവർക്ക് നേരെയാണ് വിധി വന്നത്.